ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പഠിക്കുന്നത്. അപ്പോൾ ചെറിയ നോയ്സ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും, കാരണം ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടൊന്നല്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ക്രാഷ് ബാച്ചിനായതുകൊണ്ട് അതിൻ്റേതായ രീതിക്കുള്ളൊരു ക്ലാസ്സാണ് ഉണ്ടാവുക. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ റെക്കോർഡിങ് ആയതുകൊണ്ട് ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ടാവും. ഓക്കെ, എങ്കിലും നമുക്ക് മാക്സിമം പോരായ്മകൾ പരിഗണിച്ച് തന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്റ്റാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് അല്ലേ. കുറേ ഇൻട്രൊഡക്ഷൻസ് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ക്ലാസ് കേട്ട കുട്ടികളാണ്. എങ്കിലും ഞാൻ ഒന്ന് പറയാം. ജസ്റ്റ് കോൺട്രാക്റ്റ് ആക്ടിൻ്റെ 4 ഭാഗങ്ങളുണ്ടായിരുന്നു. ആ 4 ഭാഗങ്ങളിൽ 1930 നമ്മളൊരു ഭാഗം സെപ്പറേറ്റ് ആക്കി മാറ്റി. അങ്ങനെയുള്ള ഒരു ആക്റ്റാണ് ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 അല്ലേ. പിന്നെ പാർട്ട്ണർഷിപ്പ് 32 മാറ്റി. നിലവിൽ കോൺട്രാക്റ്റ് ആക്ടിൽ അറ്റ് പ്രസൻറ്റ് 2 ഭാഗങ്ങളുള്ളൂ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ജനറൽ പ്രിൻസിപ്പിൾസും പഠിക്കുന്നുണ്ട്, സ്പെഷ്യൽ കോൺട്രാക്റ്റും പഠിക്കുന്നുണ്ട്. ദെൻ 1 ജൂലൈ 1930 ഈ ആക്ട് വന്നത്. എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്? എടാ, നിരന്തരം കുറേ കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലേ. ഈ കച്ചവടങ്ങളിലൊക്കെ കുറേ വഞ്ചനയും ചതിയും കുറേ കണ്ടീഷൻസും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു സെല്ലറും ബയ്യറും നമ്മളൊരു കച്ചവടം നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടി സഹായിക്കുന്ന കുറേ റൂൾസ്. എങ്ങനെ ഒരു കരാർ ഉണ്ടാക്കണം, എപ്പോഴാണ് ഓണർഷിപ്പ് പോവുക, അങ്ങനെയുള്ള എപ്പോഴാണ് പൊസഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന ഒരു ആക്റ്റാണ് ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. നമ്മളെ സംബന്ധിച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച്, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റും കൂടിയാണ്. ഓക്കെ, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഈ വിൽക്കൽ വാങ്ങലുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു ആക്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, നമ്മൾ പിന്നീട് ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്കിതിൽ കുറച്ച് ഡെഫിനേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ബയ്യർ ആൻഡ് സെല്ലർ. ആരാ സാറേ ബയ്യർ? എ പേഴ്സൺ ഹു ബൈ ദ ഗുഡ്സ് ഓർ അഗ്രീസ് ടു ബൈ ദ ഗുഡ്സ്. ഒരു വസ്തു വാങ്ങുകയോ വാങ്ങാമെന്ന് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബയ്യർ എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ബയ്യറിന് കൺസ്യൂമർ ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഞാനൊരു വസ്തു മേടിച്ച് കൊണ്ടുവന്നു, പക്ഷെ ഉപയോഗിക്കുന്ന വേറൊരാളാണെങ്കിൽ അയാൾ എന്താ? കൺസ്യൂമർ. വു കൺസ്യൂം ദ ഗുഡ്സ്, അയാൾ കൺസ്യൂമർ അല്ലേ. വു ബൈ ദ ഗുഡ്സ്, അയാൾ എന്താണ്? ബയ്യർ. ബയ്യർ സെല്ലറൊക്കെ നിങ്ങൾ എക്കണോമിക്സിനും +2 ഒക്കെ പഠിച്ച് കേട്ട് പരിചയമുള്ളതിന്. ദെൻ സെല്ലർ ആരാ? എ പേഴ്സൺ ഹു സെൽ ദ ഗുഡ്സ് ഓർ അഗ്രീസ് ടു സെൽ ദ ഗുഡ്സ്. ഒരു വസ്തു വിൽക്കുകയോ വിൽക്കാമെന്ന് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആരാ? സെല്ലറാണ്. അപ്പോൾ ഈ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ ഒരു വസ്തുവിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഓണർഷിപ്പ് ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യണം അല്ലേ. അതിനാണ് നമ്മൾ സെയിൽ എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ്? ഓണർഷിപ്പ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ മാത്രമാണ് അത് എന്തായി മാറുള്ളൂ? സെയിലായിട്ട് മാറുള്ളൂ. എനിവേ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെക്കുക, ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഗുഡ്സ് എന്താണ് പഠിക്കുന്നത്? ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ. എന്താ സാറേ ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ? നോക്കടാ, സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരമാണ് ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് അല്ലേ. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവ് പ്രോപ്പർട്ടി. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മൾ പഠിക്കണം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഗുഡ്സുമായി ബന്ധപ്പെട്ട നിയമമാണിത്. ഗുഡ്സ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഗുഡ്സ് എന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ ഏതൊക്കെ ഉൾപ്പെടുക നമ്മൾ ആദ്യം പഠിക്കണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. ഇന്നെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവ് പ്രോപ്പർട്ടി അതർ ദാൻ ഓപ്ഷണബിൾ ക്ലെയിംസ് ആൻഡ് മണി ബട്ട് ഇൻക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ആൻഡ് ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ് വിച്ച് ആർ അഗ്രീഡ് ടു ബി സെവേർഡ് ബിഫോർ സെയിൽ ഓർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സെയിൽ. സെവേർഡ് അല്ലേ. അപ്പോൾ ഞാൻ ഓരോന്ന് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഗുഡ്സ് എന്നുള്ളതുകൊണ്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മൾ ഏത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? മൂവ് പ്രോപ്പർട്ടീസിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം നമ്മൾ ഗുഡ്സ് എന്നുള്ളതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതർ ദാൻ ഓപ്ഷണബിൾ ക്ലെയിംസ് ആൻഡ് മണി. ഏതാണ് പറയണത്? അതർ ദാൻ ഓപ്ഷണബിൾ ക്ലെയിംസ് ആൻഡ് മണി. ഓപ്ഷണബിൾ ക്ലെയിംസിന് നമ്മൾ ഉൾപ്പെടുത്തുമോ? ഇല്ല. അപ്പോൾ മൂവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതാ അല്ലേ? നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കൾ അല്ലേ. അതേസമയം മൂവ് പ്രോപ്പർട്ടി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇങ്ങനെയുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുമോ? ഇല്ലടാ. അപ്പോൾ സാർ ഈ ലാൻഡും ബിൽഡിംഗ് ഒക്കെ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് ആക്റ്റാണ്? അതുമായി ബന്ധപ്പെട്ട് വേറെ ആക്റ്റുകളുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ ആക്റ്റുകളുണ്ട്. ഓക്കെ, ദെൻ ഓപ്ഷണബിൾ ക്ലെയിംസ്. എന്താ ഓപ്ഷണബിൾ ക്ലെയിംസ്? അവിടെ ഒരു ഡെപ്റ്റർ എന്തായിട്ടാണ് കൺവേർട്ട് ആവുക? പറയാം, ഒരു ഡെപ്റ്റർ മണിയായിട്ട് കൺവേർട്ട് ആവും. അത് വെച്ചിട്ട് ആ ഡെപ്റ്റർ ഈസിലി കൺവേർട്ടിങ് ടു മണിയാണോ? അല്ല. ചിലപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അതുകൊണ്ട് ആക്ഷണബിൾ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കേസ് കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ മണിയായിട്ട് കൺവേർട്ട് ആവേണ്ടി വെച്ചിട്ട് എല്ലാത്തിനും പിടിച്ച് നമ്മൾ എന്താക്കുന്നില്ല? ഗുഡ്സാക്കി മാറ്റുന്നില്ല. ദെൻ അതോടൊപ്പം മണി. ഇപ്പോൾ സാർ എന്ത് മണി? നിലവിൽ നമ്മുടെ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന പണത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? മണി. അതിന് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തില്ല? ഗുഡ്സിൻ്റെ ഡെഫിനേഷനിൽ ഉൾപ്പെടുത്തില്ല. ദെൻ ഇൻക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ആൻഡ് ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ഗ്രാസ്.
സാറേ സ്റ്റോക്കും ഷെയറും എടാ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിലെ നിയമപ്രകാരം സ്റ്റോക്കും ഷെയർ എന്താ മക്കളെ? ഇംഗ്ലീഷ് ലോ പ്രകാരം സ്റ്റോക്കും ഷെയറിനെയും ഗുഡ്സിൽ ഇവർ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ സ്റ്റോക്കും ഷെയറിനും നമ്മൾ ഗുഡ്സായിട്ട് ഉൾപ്പെടുത്തി. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഞാൻ മേടിച്ച് വിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ അങ്ങനെ മേടിച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ബൈ ചെയ്തു, മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യാം, മറ്റൊരു ദിവസം ഞാനത് വിൽക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ മുകളിലും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരും എന്നാണ് പറയുന്നത്. ദെൻ മരം ചെടി, സാറേ ഇതൊക്കെ ഇമ്മൂബിൾ അല്ലേ, ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ? അതെടോ അല്ലേ, മരം ചെടി ബിൽഡിംഗ് ഒക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനം തന്നെ, സമ്മതിച്ചു. പക്ഷേ ഇത് ഭൂമിയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ വിൽക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കണ്ട, സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ് വിച്ച് ആർ അഗ്രീഡ് ടു ബി സർവേഡ് ബിഫോർ സെയിൽ ഓർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സെയിൽ. സെയിലിൻ്റെ മുമ്പോ അല്ലെങ്കിൽ സെയിലിൻ്റെ സമയത്തോ ഭൂമിയിൽ നിന്ന് വേർപ്പെടുത്തി, അതായത് മരം മുറിച്ച് പീസ് ആക്കിയിട്ട് വെക്കണമെന്ന് വിചാരിക്കുക, പുല്ല് വെട്ടി സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബിൽഡിംഗ് പൊളിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ജനലും വാതിലും വേറെ വെക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ഗുഡ്സായിട്ട് മാറും. പിന്നെ എന്താണ് ആക്ഷണബിൾ ക്ലെയിംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പാടുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഓക്കെ, ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ചോദിക്കാം. ദെൻ അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. സാറേ ഗുഡ്സ് ഏതൊക്കെ തരത്തിലുണ്ട്? എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, ഫ്യൂച്ചർ ഗുഡ്സ് ഉണ്ട്, കണ്ടീജൻറ്റ് ഗുഡ്സ് ഉണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, ഫ്യൂച്ചർ ഗുഡ്സ് ഉണ്ട്, കണ്ടീജൻറ്റ് ഗുഡ്സ് ഉണ്ട്. എന്താ സാർ എക്സിസ്റ്റിംഗ് ഗുഡ്സ്? എടാ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ അത്തരം ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സിസ്റ്റിംഗ് ഗുഡ്സ്. കണ്ടാ, സച്ച് ഗുഡ്സ് ആർ വിച്ച് ആർ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഭൂമിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത്തരം ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും മക്കളെ? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് വിളിക്കും. അത് നമ്മുടെ ഓണർഷിപ്പിലുള്ളതാവാം, പൊസഷനിലുള്ളതാവാം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എനിക്കൊരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലാപ്ടോപ്പിൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലില്ല. ചിലപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പൊസഷൻ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്ന ലാപ്ടോപ്പിലാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, പൊസഷൻ ആയിക്കോട്ടെ, ഓണർഷിപ്പ് ഉണ്ടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഗുഡ്സ് ഭൂമിയിൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതെന്താണ് ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ സാറേ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലേ? എഗ്രിമെൻറ്റ് ടു സെയിലിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഓണർഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ. ദാറ്റ് മീൻസ് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 20/3/2025. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ലാപ്ടോപ്പിലാണെന്ന് വിചാരിക്കുക. ഈ ലാപ്ടോപ്പിൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലില്ല. ഓക്കെ, പൊസഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് 10/4/2025 ഞാൻ നിങ്ങൾക്ക് തരാം, ഓണർഷിപ്പ് തരാം. ഇപ്പോൾ 20/3/2025 എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. ഇത് 10/4/2025 ആകുമ്പോൾ എന്തായി മാറും? സെയിലായിട്ട് മാറും. അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ സമയത്ത് എൻ്റെ കയ്യിൽ ഓണർഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ദാറ്റ് ദ ടൈം ഓഫ് സെയിലാവും എന്ന് 10/4/2025. ആ സമയത്ത് സെല്ലറുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഓണർഷിപ്പ് വേണം. എനിവേ, അപ്പോൾ നമ്മളിവിടെ പറയണത് എന്താ? എക്സിസ്റ്റിംഗ് ഗുഡ്സ്, അത് ഓണർഷിപ്പ് ഉള്ളതാവാം, പൊസഷൻ ഉള്ളതാവാം, എന്തോ ആവാം, ഭൂമിയിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ വീണ്ടും നമുക്ക് എത്രയായിട്ട് തിരിക്കാം? സ്പെസിഫിക് ഗുഡ്സ് എന്നും, അസർട്ടൈൻഡ് ഗുഡ്സ് എന്നും, അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്നും. ഓക്കെ, ഞാനിതിലുള്ള ഈച്ച് ലൈൻ ബൈ ലൈൻ ഒന്നും വായിച്ചു പോകുന്നില്ല, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പരിമിതമായ സമയത്തിൻ്റെ റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്, റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സും അല്ല. ഓക്കെ, അപ്പോൾ എന്താ സ്പെസിഫിക് ഗുഡ്സ്? സെല്ലറും ബയ്യറും തമ്മിൽ കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഗുഡ്സ് ഏതാണെന്ന് വളരെ വ്യക്തവും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ കയ്യിൽ ഒരേ ഒരു വാച്ചുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരേ ഒരു വാച്ചുള്ളൂ, ഞാൻ കയ്യുമ്പോൾ കെട്ടി വന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, മക്കളെ എൻ്റെ കയ്യിലിരിക്കുന്ന വാച്ച് നിങ്ങൾക്ക് ഒരു 100 രൂപയ്ക്ക് വേണോ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ സാർ, ആ വാച്ച് എനിക്ക് വേണം. അപ്പോൾ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഗുഡ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ? ഓഫർ തരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ഓഫറും അക്സെപ്റ്റൻസും ചെയ്യുന്ന പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ ഗുഡ്സ് ഏതാണെന്നുള്ളത് വളരെ വ്യക്തവും കൃത്യമായിട്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻ നമുക്ക് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയാം. ഇവിടെ നോക്കി, എ ഹാഡ് 5 cars ഓഫ്, എയുടെ കയ്യിൽ 5 കാറുണ്ട്, ഡിഫറെൻറ്റ് മോഡൽസുള്ള കാറാണ്. ഈ അഗ്രീഡ് ടു സെൽ ഈ സാൻഡ്രോ കാർ. അയാൾ പറഞ്ഞു എൻ്റെ സാൻഡ്രോ കാർ വെക്കണം. അങ്ങനെയാണ് പിന്നെ എന്താണ് സംശയം? 5 ഡിഫറെൻറ്റ് മോഡലാണ്. സാൻഡ്രോ കാർ പറഞ്ഞാൽ പിന്നെ സാൻഡ്രോ കാർ ആണെന്നുള്ളത് കരാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ, അത്തരം ഗുഡ്സിനെ കരാർ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഗുഡ്സ് നമുക്ക് ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് ആണെങ്കിൽ അത്തരം ഗുഡ്സാണ് സ്പെസിഫിക് ഗുഡ്സ്. അപ്പോൾ സാറേ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്താ? അതിന് ശേഷം ഞാൻ അസർട്ടൈൻഡ് പറഞ്ഞുതരാം. അൺഅസർട്ടൈൻഡ് ഗുഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? സെല്ലറുടെ കയ്യിൽ ഒരേപോലത്തെ ഒരുപാട് ഗുഡ്സ് ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ ആ ഗുഡ്സിൻ്റെ മുകളിൽ നമ്മൾ കരാറുണ്ടാക്കും. കരാറുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഗുഡ്സ് ഏതാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. അത്തരം ഗുഡ്സിനെയാണ് എന്തെന്ന് വിളിക്കുക, അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. മനസ്സിലാവുണ്ടോ? ഒരേപോലത്തെ ഒരുപാട് ഗുഡ്സ് ഉണ്ടാവും, ഒരു യൂണിഫോം ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് ഹാസ് 10 horses. എക്സിൻ്റെ കയ്യിൽ എത്ര ഹോഴ്സ് ഉണ്ട്? 10 ഹോഴ്സുകളുണ്ട്. അതിൽ ഈ പ്രോമിസ് സെൽ വൺ ഓഫ് ദം, അതിന് ഒരെണ്ണം വെക്കാം, ഒക്കെ ഒരേപോലെ തന്നെ. പക്ഷെ നോട്ട് സ്പെസിഫൈ വിച്ച് ഹോഴ്സ് ഈ വിൽ സെൽ, ഏതാ വെക്കുന്നതെന്ന് അവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എന്താ, അതൊരു അൺഅസർട്ടൻ ഗുഡ്സ്. എൻ്റെ കയ്യിൽ ഒരേപോലത്തെ ഒരുപാട് ബുക്കുണ്ട്. ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ആളാണ് അല്ലേ. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിഷർ, അയാളുടെ കയ്യിൽ ഒരേപോലത്തെ ഒരേപോലത്തെ ഒരുപാട് ബുക്സ് ഉണ്ടാവും. അപ്പോൾ ഒരാളായിട്ട് കരാറുണ്ടാക്കുകയാണ്, ഒരാൾ എനിക്കൊരു ബുക്ക് വേണം പറഞ്ഞു. അപ്പോൾ ഓക്കെ തരാം, നിങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ അയക്കോ, കരാറൊക്കെ ഉണ്ടാക്കി. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ആ കരാർ ഉണ്ടാക്കുമ്പോൾ ആ ഗുഡ്സ് ഒരേപോലത്തെ ഒരുപാട് ഗുഡ്സ് ഇരിക്കുന്നില്ല. അത് എന്ത് ഗുഡ്സാണ്? അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. പിന്നെ എപ്പോഴാണ് അത് അസർട്ടൈൻഡ് ആവുക? കരാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ആ ലോട്ടിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യും. ഒരുപാട് ഗുഡ്സ് ഉണ്ട് ഒരേപോലത്തെ, ഇല്ലടാ, അതിൽ നിന്നും നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുമെന്നാണ് പറയണത്? അസർട്ടൈൻഡ് ഗുഡ്സായി മാറും. മനസ്സിലാകുന്നുണ്ടോ? ഓർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഇസ് മെയ്ഡ്, ദിസ് ഈസ് ടൈം നോട്ട് ഡിഫൈൻഡ്. കണ്ടോ എന്താ ഇവിടെ പറയണത്? അസർട്ടൈൻഡ് ഗുഡ്സ് എവിടെയും കോൺട്രാക്ട് ആക്ടിലൊന്നും പറഞ്ഞില്ല, ഇത് ജുഡീഷ്യലി ഇൻറ്റർപ്റ്റ് ചെയ്തു വന്നാണ്. അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ട, സ്പെസിഫിക് ഗുഡ്സ് വെൻ ഔട്ട് ഓഫ് ലോട്ട് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എണ്ണം ഉണ്ട്, ഒരുപാട് ബുക്ക് ഉണ്ട്. നിങ്ങൾ ബുക്കിൻ്റെ പബ്ലിഷറുടെ കാര്യം ആലോചിക്കുക, അയാളുടെ കയ്യിൽ ഒരുപാടുണ്ട്, ഇന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ എന്തായി മാറി? അസർട്ടൈൻഡ് ആയി. ഇവിടെ നോക്ക്, ഒരു ആളുടെ കയ്യിൽ കണ്ടോ, ഹോൾസെയിലർ കോട്ടൺ, ഒരു കോട്ടൺ 100 ബെയിൽസ് ഗോഡൗൺ അയാളെ. അപ്പോൾ അയാൾ വേറെ ആളായിട്ട് ഒരു 50 ബെയിൽ എന്ന് പറഞ്ഞത് എന്താ സാറേ ബെയില്, ഈ കോട്ടൻ്റെ എന്ത് ചെയ്യേണ്ട യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് മക്കളെ ബെയില്. 50 ബെയിൽ നമ്മൾ വിൽക്കാൻ വേണ്ടി കരാറുണ്ടാക്കി. അപ്പോൾ 100 ബെയിൽ ഇരിക്കുന്നുണ്ട്, അതിൽ 50 ബെയിലിൻ്റെ നമ്മൾ കരാറുണ്ടാക്കിയതിന് ശേഷമാണ് 50 ബെയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താ? അസർട്ടൈൻഡ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചടാ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നാ വന്നത് എന്ന് പഠിച്ചു, എന്ത് ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് സെല്ലർ ബയ്യർ നമ്മൾ പഠിച്ചു, ദെൻ ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, ദെൻ ഏതൊക്കെ ഗുഡ്സ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, അതിന് സ്പെസിഫിക് ഉണ്ട്, അസർട്ടൈൻഡ് ഉണ്ട്, അൺഅസർട്ടൈൻഡ് ഉണ്ട്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കുള്ള ഫ്യൂച്ചർ ഗുഡ്സ്. എന്താ സാറേ ഫ്യൂച്ചർ ഗുഡ്സ്? കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഭൂമിയിൽ എക്സിസ്റ്റിംഗ് അല്ല. ഓക്കെ, കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഗുഡ്സ് ഭൂമിയിൽ എക്സിസ്റ്റിംഗ് അല്ല, പിന്നീടാണ് ആ ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അഥവാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കരാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലില്ല, കരാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാനുഫാക്ചർ പ്രൊഡ്യൂസർ അക്വേർഡ് ബൈ ദി സെല്ലർ, നിർമ്മിച്ചെടുക്കുന്നത് കരാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ്, അക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിർമ്മിച്ചെടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാനുഫാക്ചർ ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, കരാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയണേ, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ കൃഷി ചെയ്യാൻ പോകുന്ന മുഴുവൻ എന്ത് ചെയ്യാം മാംഗോയും ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. അടുത്ത വർഷം ഞാൻ കൃഷി ചെയ്യാൻ പോകുന്ന മുഴുവൻ മാംഗോയും ഞാൻ നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറയുമ്പോൾ അതെന്താ? മാംഗോ ഇപ്പം ഇല്ല, ഉണ്ടാക്കാൻ പോകണുള്ളൂ. ഇനി ഒരു കാർപ്പൻ്റർ അടുത്ത് പോയിട്ട് നമ്മൾ പറയാം, എനിക്ക് എന്ത് വേണം? എനിക്കൊരു 6 അടി നീളം 4 അടി വീതിയുള്ള ഒരു കട്ടിൽ വേണം. ഇപ്പോൾ കാർപ്പൻ്റർ ഓക്കെ ഇത്ര രൂപയാണ് വരിക എന്നൊക്കെ പറഞ്ഞു, കരാറൊക്കെ ഉണ്ടാക്കി. നമ്മൾ കരാറുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് 6 അടി നീളവും 4 അടി വീതിയുള്ള കട്ടിലുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാം? അതൊരു ഫ്യൂച്ചർ ഗുഡ്സ്. ഓക്കെ, സിമ്പിൾ. ദെൻ കണ്ടീജൻറ്റ് ഗുഡ്സ്. എന്താ സാറേ കണ്ടീജൻറ്റ് ഗുഡ്സ്? കണ്ടീജൻസി പറഞ്ഞാൽ എന്താ മക്കളെ? കണ്ടീജൻസി, ഇന്ന് മഴ പെയ്യും, 23/2025 ഇന്ന് മഴ പെയ്യുമോ എന്നുള്ളത് എന്താ നമുക്ക് ഉറപ്പുണ്ടോ? മഴ പെയ്യാനും സാധ്യതയുണ്ട്, മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കണ്ടീജൻസി, നടക്കാനും സാധ്യതയുണ്ട്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. നമ്മളിവിടെ സുനിത വില്യംസ് എന്ന് പറഞ്ഞാൽ അല്ലേ, അവരെ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു കണ്ടീജൻസി മനസ്സിലുണ്ടായിരുന്നു. തിരിച്ചു വരാൻ പറ്റുമോ, തിരിച്ചു വരാൻ പറ്റില്ലേ അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്, കൽപ്പന ചൗളക്ക് പറ്റിയ പോലെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമോ, അങ്ങനെയുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവരെ സുരക്ഷിതമായി ഇവിടെ എത്തി. ഇന്ത്യൻ വംശജയാണ്, അവരുടെ റെക്കോർഡൊന്നും ഈ അടുത്ത കാലത്ത് ആർക്കും വെട്ടിക്കാനായിട്ട് പറ്റില്ല. എനിവേ അവർ 286 ദിവസം എത്ര സ്പേസിൽ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഉണ്ട്. എനിവേ ഓക്കെ, അപ്പോൾ കണ്ടീജൻസി എന്ന് പറഞ്ഞാൽ എന്താ? നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ എന്താ സാറേ കണ്ടീജൻറ്റ് ഗുഡ്സ്? എടാ ഈ ഗുഡ്സ് സെല്ലറുടെ കയ്യിൽ കിട്ടുന്ന സെല്ലർക്ക് പോലും ഉറപ്പില്ല. മനസ്സിലാവുണ്ടോ? സെല്ലറുടെ കയ്യിൽ കിട്ടുന്ന ആർക്ക് പോലും ഉറപ്പില്ല, സെല്ലർക്ക് പോലും ഉറപ്പില്ല. അത്തരം ഗുഡ്സാണ് ഇതെന്ന് പറയുന്നത് കണ്ടീജൻറ്റ് ഗുഡ്സ്. സെല്ലറുടെ കയ്യിൽ വന്നാൽ സെല്ലർ എന്ത് ചെയ്യാം? വിൽക്കാം. ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയാൽ ഞാൻ നിനക്ക് വിൽക്കാം. പോർട്ടിൽ ആ സാധനം വരികയാണെങ്കിൽ ഞാൻ നിനക്ക് വിൽക്കാം. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, കിട്ടിയാൽ ഞാൻ നിനക്ക് വിൽക്കാം. നാളെ മഴ ഇല്ലെങ്കിൽ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ഞാൻ വിൽക്കാം. മഴയില്ലെങ്കിൽ ഉറപ്പൊന്നുമില്ല കേട്ടോ. അത്തരം ഗുഡ്സ് ഒരു കണ്ടീജൻസിയിൽ ഇവിടെ നോക്കി. എ അഗ്രീസ് ടു സെൽ ടു ബി പിക്കാസോ പെയിൻറ്റിംഗ് പ്രൊവൈഡർ ഈസ് ഏബിൾ ടു പർച്ചേസ് ഫ്രം പ്രസൻറ്റ് ഓണർ. എ പറഞ്ഞു ഞാൻ നിനക്ക് വിൽക്കാം, പക്ഷേ നിലവിലുള്ള ഓണറുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഗുഡ്സാ? കണ്ടീജൻറ്റ് ഗുഡ്സ്. എന്ത് ഗുഡ്സാ മക്കളെ? കണ്ടീജൻറ്റ് ഗുഡ്സ്.
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡെലിവറി. ഓക്കെ, എന്താ സാറേ ഡെലിവറി? ഈ ഡെലിവറി എന്നുള്ള ടൈം ഏതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാ? ഒരു വസ്തുവിൻ്റെ പൊസഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് ഏത് ഡെലിവറി എന്ന് പറയുന്ന വാക്ക്, ഇല്ലേ? ഇപ്പം ഞാൻ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ലാപ്ടോപ്പും അതേപോലെ എല്ലാ റൈറ്റിംഗ് പാഡും ഒക്കെ അവരുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള, പ്രോപ്പർട്ടി മീൻസ് അവരുടെ വസ്തു, ഇവിടുത്തെ പ്രോപ്പർട്ടി അല്ല, സോറി, അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ലാപ്ടോപ്പും കാര്യങ്ങളും എനിക്ക് കൊടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലാപ്ടോപ്പും കാര്യങ്ങളും എനിക്ക് കൊടുത്തു തന്നിട്ടുണ്ട്. ഞാൻ ആ ലാപ്ടോപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്, അല്ലേ? അതിൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അതിൻ്റെ എന്ത് മാത്രം എൻ്റെ കയ്യിലുള്ളൂ? പൊസഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്ത് മാത്രമേ ഉള്ളൂ മക്കളെ? പൊസഷൻ മാത്രം. അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലേ, പൊസഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ കാറിൻ്റെ കീ എൻ്റെ കയ്യിലുണ്ട്, ഞാനാണ് കാറിൻ്റെ ഓണർ, കാറിൻ്റെ കീയോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഓണർഷിപ്പും ഉണ്ട്, പൊസഷനും ഉണ്ട്. അപ്പോൾ ഓണർഷിപ്പ് വേറെ, പൊസഷൻ വേറെ. ആദ്യം അത് മനസ്സിലാക്കണം. ഒരാളുടെ കയ്യിൽ ഓണർഷിപ്പ് ഉണ്ട് വെച്ചിട്ട് അയാളൊരു പൊസഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറയാം. ഒരാളുടെ കയ്യിൽ ഓണർഷിപ്പ് ഉണ്ട് വെച്ചിട്ട് അയാളൊരു പൊസഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കാറ് എൻ്റെ ഓണർഷിപ്പ് ഉണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട് വന്ന് ചോദിച്ചപ്പോൾ കാറിൻ്റെ കീ ഞാൻ അവന് എടുത്തു കൊടുത്തു. അങ്ങനെ ഈ പൊസഷൻ അവന് പോയി, പക്ഷേ ഓണർഷിപ്പ് ഇപ്പോഴും ഞാൻ തന്നെയാണ്, അല്ലേ? ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എനിക്കൊരു ബോട്ടിൽ കുറച്ച് വെള്ളം കൊടുത്ത് തന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ബോട്ടിൽ കയ്യിലുണ്ട്. ഓക്കെ, എനിക്ക് വെള്ളം കുടിക്കാം, അതിലുള്ള, അല്ലേ, എല്ലാം ചെയ്യാം. പക്ഷെ അത് വീട്ടിൽ കൊണ്ടുപോകാനോ എന്തിനും പറ്റുമോ? ഇനി വീട്ടിൽ കൊണ്ടുപോകാനും പറ്റും മേ ബി. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? പൊസഷൻ ഉള്ളൂ, എന്തില്ല? ഓണർഷിപ്പ് ഇല്ല. പൊസഷൻ ഉണ്ട് വെച്ചിട്ട് നിങ്ങൾ ഓണറാന്ന് പറയാൻ പറ്റൂല. ദെൻ ഓണർഷിപ്പ് ഉണ്ട് വെച്ചിട്ട് നിങ്ങളെ കയ്യിൽ പൊസഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. രണ്ടും രണ്ടാണ്. ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൻ്റെ പൊസഷൻ വളണ്ടറിലി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡെലിവറി, അല്ലേ? സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഡെലിവറി മീൻസ് വളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരു വസ്തുവിൻ്റെ പൊസഷൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? വളണ്ടറിലി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെലിവറി എന്ന് വിളിക്കാം. വളണ്ടറിലി സ്വമേധയാ കൊടുക്കണം. ഒരാൾ വന്ന് മോഷ്ടിച്ചുകൊണ്ടായാൽ ഡെലിവറി ആവുമോ? ആവില്ല. തട്ടിപ്പറിച്ചുകൊണ്ടായി ഡെലിവറി ആവുമോ? ആവില്ല. അപ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് ഏത് വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? പൊസഷനുമായി ബന്ധപ്പെട്ട്. ഡെലിവറി നടന്നു വെച്ചിട്ട് അവിടെ എന്തില്ല? ഓണർഷിപ്പ് കൈമാറി എന്നുള്ള ഒരു അർത്ഥമില്ല. ഓക്കെ, ഇപ്പോൾ ഒരു അഗ്രിമെൻറ്റ് ടു സെല്ല് ഞാൻ പറഞ്ഞു 10/4/2025 ഞാൻ എനിക്ക് ഓണർഷിപ്പ് വരാം. അതുവരെ നീ ഈ വസ്തു കൊണ്ടുപോയിക്കോ. ഞാൻ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ബൈക്കൊക്കെ അവന് കൊടുത്തു. കൂട്ടുകാരൻ ഞാൻ എൻ്റെ ബൈക്കൊക്കെ അവന് ഞാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞിട്ട് RC ബുക്ക് ഞാൻ നിൻ്റെ പേരിൽ പിന്നീട് എന്ത് ചെയ്യാം? ആക്കിത്തരാം. അത് മനസ്സിലാൻ വേണ്ടി പറയുന്ന റിലേറ്റീവ് എക്സാമ്പിൾസ് ആട്ടോ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഞാൻ കൂട്ടുകാരന് ബൈക്ക് കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു RC ബുക്ക് നിൻ്റെ പേരിൽ പിന്നെ ആക്കിത്തരാം. ഇപ്പോൾ സമയമില്ല, എനിക്ക് ഒഴിവില്ല, ക്ലാസ്സുകളൊക്കെ തിരക്കാണ്, അപ്പോൾ നീ ബൈക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊസഷൻ കൊടുത്തു, പക്ഷേ ഓണർഷിപ്പ് എപ്പോഴാണ് കൊടുക്കണം? പിന്നീടാണ് കൊടുക്കണം, അല്ലേ? അപ്പോൾ ആദ്യം ഏത് പോവാം? സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ആദ്യം ഏത് പോവാം? പൊസഷൻ പോവാം, പിന്നീടാവാം ഓണർഷിപ്പ് പോണ്. ഇനി RC ബുക്ക് ഞാൻ അവൻ്റെ പേരിലേക്ക് ആദ്യം മാറ്റി കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് ഒരു മാസം കൂടി ഈ ബൈക്ക് എനിക്ക് ഉപയോഗിക്കാൻ വേണം, അതിന് ശേഷമാണ് നിൽക്കാറ്. അപ്പോൾ RC ബുക്ക് അവൻ്റെ പേരിലേക്ക് മാറ്റി കൊടുത്തു. അങ്ങനെ ഓണർഷിപ്പ് അവന് പോയി, പിന്നീടാണ് ഏത് പോണ്? പൊസഷൻ പോണ്. അപ്പോൾ ആദ്യം ഓണർഷിപ്പ് പോയി, പിന്നീടാണ് ഏത് പോണ്? പൊസഷൻ പോണ്. അപ്പോൾ ഒരു കച്ചവടത്തിൽ ഒന്നുകിൽ ഓണർഷിപ്പ് ആദ്യം പോവാം, അല്ലെങ്കിൽ പൊസഷൻ ആദ്യം പോവാം. ഇനി രണ്ടും ഒരുമിച്ചും പോവാം, ഒരു കുഴപ്പമില്ല. RC ബുക്ക് അവൻ്റെ പേരിലേക്ക് മാറ്റി, അപ്പോൾ തന്നെ ഞാൻ എന്നും കൊടുത്തു, ബൈക്കും കൊടുത്തു. ഓക്കെ, ഇനി ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത് ഡെലിവറി. ഡെലിവറി ഏതൊക്കെ രീതിയിലുണ്ട് മക്കളെ? ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി, സിംബോളിക് ഡെലിവറി. എന്താ സാർ ആക്ച്വൽ ഡെലിവറി? ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ആക്ച്വലി എന്ത് ചെയ്യണം? നമ്മൾ ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുക. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആക്ച്വൽ ഡെലിവറി, അല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാൾ എ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു ഗുഡ്സ് എടുത്ത് ബിക്ക് കൊടുത്തു. ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ബിക്ക് കൊടുത്തു. അങ്ങനെയാണ് എന്ത് ഡെലിവറിയാണ്? ഞാൻ നിങ്ങൾക്ക് തന്നു. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ നിങ്ങൾക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഡെലിവറിയാണ്? ആക്ച്വൽ ഡെലിവറി എന്ന് പറയാം. ഓക്കെ, എന്ത് ഡെലിവറിയാണ്? ആക്ച്വൽ ഡെലിവറി. അതേസമയം എന്താ സാറേ ഈ സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞാൽ? വസ്തു ആക്ച്വലി നമ്മൾ കൊടുക്കുന്നില്ല, അല്ലേ? വസ്തു ആക്ച്വലി കൊടുക്കുന്നില്ല, പകരം വസ്തുവിൻ്റെ സിംബോളിക് ആയിട്ടുള്ള ഒരു ടോക്കണോ ഒരു കീയോ എന്തെല്ലാം കൊടുക്കുന്ന. ഒരു കാറ് എന്നോട് ചോദിച്ചു, എൻ്റെ സാറിൻ്റെ കാറോ തരുമോ ചോദിച്ചു. നിങ്ങൾ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, മക്കളെ കാർ എന്നാ ഇങ്ങനെ പിടിച്ചു തരാൻ പറ്റുമോ? ഇല്ല, എന്നാ കാറിൻ്റെ കീ ഇതാ. അപ്പോൾ എന്താ കൊടുത്തത്? കാർ ആക്ച്വലി എടുത്തോത്തില്ല, പക്ഷേ കാറിൻ്റെ പൊസഷൻ കിട്ടാൻ സഹായിക്കുന്ന ഏതാ കൊടുത്തത്? ഒരു കീ ആണ് കൊടുത്തത്. അപ്പോൾ ഒരു ബിൽ ഓഫ് ലാഡിങ് കൊടുക്കാം. എന്താ ബിൽ ഓഫ് ലാഡിങ്? റെയിൽവേ റെസിപ്റ്റ് എന്നൊക്കെ പറയണത്. ഇപ്പം ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരു സാധനം കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഒരു ഗുഡ്സ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെന്നൈത്തെ സെല്ലർ എനിക്ക് എന്ത് അയച്ചു തരും? ഒരു ബിൽ ഓഫ് ലാഡിങ് അയച്ചു തരും.
ഈ ബിൽ ഓഫ് ലാഡിങ്ങായിട്ട് ഞാൻ എവിടെ പോകണം? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എനിക്ക് ഗുഡ്സ് കിട്ടുള്ളൂ. കയ്യും വീക്ഷിച്ചെന്ന് ഞാനാണ് ഷിഫിൻ, ആ ഗുഡ്സ് വേണമെന്ന് പറഞ്ഞ് തരില്ല. എനിക്കത് കിട്ടാനുള്ള ബിൽ ഓഫ് ലാഡിങ് അഥവാ റെയിൽവേ റിസിപ്റ്റ് അല്ലേ, ഈ റിസിപ്റ്റുമായിട്ട് പോകണം. എങ്കിലേ എന്ത് കിട്ടുള്ളൂ? ആ ഗുഡ്സിൻ്റെ പൊസഷൻ എനിക്ക് കിട്ടുള്ളൂ. ഒരുപാട് പേരെ ഗുഡ്സ് വരുന്നുണ്ടോ? ഈ റിസിപ്റ്റുമായി പോകണം, എന്നെങ്കിലേ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ തന്നെ പോകണമെന്നുണ്ടോ? വേണ്ട. വേണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള റെയിൽവേ റിസിപ്റ്റ് ഞാൻ വേറെ ആൾക്ക് എടുത്ത് കൊടുത്തു. റെയിൽവേ റിസിപ്റ്റ് ഞാൻ വേറെ ആൾക്ക് എടുത്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആർക്ക് കിട്ടും? റെയിൽവേ റിസിപ്റ്റ് ഞാൻ അയാൾക്ക് എടുത്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് ആ ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടും. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സിൻ്റെ എന്ത് ചെയ്യുക, ഒരു കീ കൊടുത്തും കൊണ്ടാവാം, ടോക്കൺ കൊടുത്തും കൊണ്ടാവാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ഡെലിവറി? മക്കളെ സിംബോളിക് ഡെലിവറിയാണ്. ടോക്കൺ അല്ലേ, ടോക്കൺ ഓഫ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് എൽസ്. അത് ഈവൻ ഒരു പീസ് ഓഫ് പേപ്പറും കൂടി ആവാം. ഒരു പീസ് ഓഫ് പേപ്പർ കൊടുത്തു പോലും നിങ്ങൾക്ക് സിംബോളിക് ഡെലിവറി നടത്താം. എങ്ങനെ സാർ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് സിംബോളിക് ഡെലിവറി നടത്താം? ഇപ്പോൾ എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എന്ന് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു, ഓക്കെ ഇനി നീ ഇത് എടുക്കാൻ വരുമ്പോൾ ഒരു പേപ്പർ, ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തു, എന്നിട്ട് അതിൽ ഞാൻ എൻ്റെ സൈൻ ചെയ്തു, കുട്ടിയുടെ സൈൻ ചെയ്തുകൊണ്ട് സീലും വെച്ച് എന്നൊരു കുട്ടിക്ക് കൊടുത്തു. എന്ന് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞു, നീ ഇനി ഈ ഫോൺ എടുക്കാൻ വരികയാണെങ്കിൽ നീ ഈ പേപ്പറുമായിട്ട് വരണം. അപ്പോൾ എന്ന് പറഞ്ഞ കുട്ടി ഓക്കെ പേപ്പറുമായിട്ട് പോയി. പക്ഷേ എക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അത് എടുത്തിട്ട് ആർക്ക് കൊടുത്തു? ആ പേപ്പർ എടുത്ത് ബി കൊടുത്തു, നീ അത് പോയി വാങ്ങണം. അങ്ങനെയാണെങ്കിൽ എക്ക് ആ പേപ്പർ ഉള്ളതുകൊണ്ടാണ് എയുടെ കയ്യിൽ ആ പൊസഷൻ ഉള്ളത് അല്ലേ. അതെടുത്തിട്ട് എന്ത് ചെയ്തു? ആർക്ക് കൊടുത്തു? ബി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി ആ വസ്തു ആര് വന്ന് ചോദിച്ചാൽ കൊടുക്കണം? ബി വന്ന് ചോദിച്ചാൽ കൊടുക്കണം. അങ്ങനെ ഇത്തരത്തിൽ ഒരു വസ്തുവിൻ്റെ പൊസഷൻ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഒരു കീ കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ടോക്കൺ കൊണ്ടോ, ഈവൻ ഒരു പീസ് ഓഫ് പേപ്പർ കൊണ്ടോ, ഒരു ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ കൊണ്ടോ ആണെങ്കിൽ, സച്ചസ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഏതാ? ബിൽ ഓഫ് ലാഡിങ്, റെയിൽവേ റിസിപ്റ്റ്, വാർഫിംഗർ സർട്ടിഫിക്കറ്റ്, വെയർ ഓഫ് കീപ്പേഴ്സ് സർട്ടിഫിക്കറ്റ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൈമാറ്റം ചെയ്യണമെങ്കിൽ അത്തരം ഡെലിവറിയെ സിംബോളിക് ഡെലിവറി എന്ന് വിളിക്കുക. അപ്പോൾ എന്താ സാറേ കൺസ്ട്രക്റ്റീവ് ഡെലിവറി? അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ മക്കളെ? പ്രസ്യൂം ചെയ്യാണ്. ഡെലിവറി നടന്ന പോലെ നമ്മൾ പരിഗണിക്കുകയാണ്. ഓക്കെ, എന്താണ്? ഡെലിവറി നടന്ന പോലെ നമ്മൾ പരിഗണിക്കാം. ഞാൻ ഈ പറയുന്നത് ആലോചിക്കാം. എനിക്കിവിടെ നോട്ട് എഴുതാനുള്ള സംവിധാനം ഞാൻ റെഡി ആക്കിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റേതായ ഒരു പോരായ്മ ഉണ്ടാവും. അതായത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, എൻ്റെ ക്ലാസ് കേട്ട കുട്ടിയൊക്കെ ഓൾറെഡി പറഞ്ഞു കൊടുത്താണ്. എന്ന് പറയുന്ന വ്യക്തി അവരുടെ കാറ് ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കാർ ആരുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു? ബിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. വിദേശത്തേക്ക് പോവാണ്, താൽക്കാലികമായി വിദേശത്തേക്ക് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബിയുടെ കയ്യിൽ, തൻ്റെ സുഹൃത്തായ ബിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ വിദേശത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ അടുത്ത കാലത്തൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവിടെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു 4-5 വർഷത്തിന് വിദേശത്ത് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ തൻ്റെ കാർ ആരുടെ കയ്യിലായിരിക്കണം? ബിയുടെ കയ്യിലായിരിക്കണം. ബിക്ക് ആ കാറിൻ്റെ ആവശ്യമൊന്നുമില്ല, എയുടെ കാറിൻ്റെ ആവശ്യമൊന്നുമില്ല. തൻ്റെ സുഹൃത്ത് അല്ലേച്ചിന് മാത്രം എയുടെ കാർ അവിടെ സൂക്ഷിച്ച് വെച്ചാൽ. അപ്പോൾ ഈ കാറിന് വെറുതെ അവിടെ കിടന്ന് ഡിപ്രീസിയേഷൻ സംഭവിച്ച് മാർക്കറ്റ് വാല്യൂ കുറയണ്ട. ആ കാറിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ OLX പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്ത് ആ കാർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു മക്കളെ? ഈ കാറ് മേടിക്കാൻ